അനുപം ഞാൻ ചോദിക്കണം, അനുപവിന്റെ ഒരു ജെഇ ജേർണിയെ ഒരു സിനിമയായിട്ട് മാറ്റുകയാണെങ്കിൽ എന്ത് ടൈറ്റിൽ ആയിരിക്കും സിനിമയ്ക്ക് കൊടുക്കുക? ഒരു മെട്രിക്സ് കൊടുക്കും. മെട്രിക്സ് എന്ന് കൊടുക്കും. മെട്രിക്സ് ആണ് മൊത്തം ആ ഒരു ഫീൽ ആയിരുന്നു മൊത്തം അല്ലേ? പുറത്തിറങ്ങാനും പറ്റില്ല, അകത്ത് കടന്നില് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതെ. ഈ ഫുട്ബോൾ ഗെയിം കളിക്കുമായിരുന്നു കുറച്ചൊക്കെ. ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും കരയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ ലാസ്റ്റ് ടൈം? എപ്പോഴും പരാജയപ്പെട്ടപ്പോഴോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ? ഇല്ല, എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടില്ല. യെസ്, സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ്. സത്യം പറഞ്ഞാൽ സിമ്പിൾ ആണ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ആണ് ചെയ്യുന്നത് തന്നെയാണ് അനുഭവം പറയുന്നത്. ഹായ് മക്കളെ, നമ്മൾ എപ്പിസോഡ് 2ാമത്തേലേക്കാണ് കടക്കുന്നത്. ഞാൻ പിക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഴ്സ്. ഇനിയിപ്പോൾ അടുത്തൊരാള് റിപ്പീറ്റ് ചെയ്ത ഒരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ആളുടെയൊക്കെ ഒരു ജേണി, കാര്യം അവര് എന്തൊക്കെയാണ് ഈ ഒരു ജേണിയിൽ ഫേസ് ചെയ്ത ഇഷ്യൂസ്, അതെങ്ങനെയൊക്കെയാണ് അവർ ഓവർകം ചെയ്ത്, ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ടേക്ക് അവേ ആയിരിക്കും. ഇപ്പൊ എന്റെ മുമ്പിലുള്ളത് കണ്ണൂർക്കാരനായിട്ടുള്ള അനുപമാണ്. അനുപമ ഫസ്റ്റില് +2 സ്റ്റേറ്റിൽ വരെ പഠിച്ചു. എൻട്രൻസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് റിപ്പീറ്റ് ചെയ്തു അല്ലെ? റിപ്പീറ്റ് ചെയ്തിട്ട് 93% എത്തി. ആദ്യത്തെ തവണ 60 താഴെയായിരുന്നു, പിന്നെ അവിടുന്ന് 93 എത്തി. പക്ഷെ ആള് കീം ക്രാക്ക് ചെയ്തിരുന്നു അല്ലെ? കീം ക്രാക്ക് ചെയ്തിരുന്നു, കിട്ടുമായിരുന്നു. എന്നിട്ടും NIT കിട്ടാത്തത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു ബോൾഡ് ഡിസിഷൻ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പൊ 99+ എത്തി. അപ്പം അനുപം എവിടുന്നാണ് വരുന്നത്? അതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രധാന കാരണം? ബോൾഡ് ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടാണ്? റിപ്പീറ്റ് ചെയ്യാന്ന് കാര്യം ഇപ്പൊ ആ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. NIT കിട്ടാൻ വേണ്ടി പലരും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം എന്നൊന്ന് പറയാമോ അനുപമ? സാർ, അത് ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോ ചെറിയ മാർക്കിന് എനിക്ക് മിസ്സായി പോയത്. അത് ഒന്ന് എന്റേതല്ലാത്തൊരു റീസൺ കൊണ്ട് ഫസ്റ്റ് സെഷൻ എനിക്ക് ചെറിയ മാർക്ക് കുറഞ്ഞു. അതായത് 27 സെഷൻ അത് ഒരുപാട് കുട്ടികളെ കുത്തിനിറച്ചുകൊണ്ട് പേഴ്സണലി നല്ലോണം താഴോട്ട് പോയായിരുന്നു. അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു, എന്നാലും പേഴ്സണലി കുറച്ച് കുറഞ്ഞു. പിന്നെ സെക്കൻഡ് സെഷൻ ആയപ്പോൾ ചെറിയ പനിയും അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അതും ഒന്ന് ബാക്ക്വേർഡ് ആയി പോയി. അപ്പോ അങ്ങനത്തെ കാരണം കൊണ്ട് മിസ്സായതുകൊണ്ട് കീം കിട്ടിയിട്ടും കീമിന് പോകാൻ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. സോ അങ്ങനെ റിപ്പീറ്റിലേക്ക് വന്നതാണ്. റിപ്പീറ്റ് ചെയ്ത് NIT എന്തായാലും ഉറപ്പിക്കാന്ന്. ഇപ്പൊ NIT കിട്ടി റിപ്പീറ്റ് ചെയ്തിട്ട്. അപ്പം ഈ എന്തെങ്കിലും പ്രഷർ ഉണ്ടായിരുന്നു റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇങ്ങനെ ഒരു ഡിസിഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിന്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു സത്യത്തില്? അങ്ങനെ പ്രഷർ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും സാർ എല്ലാവരും ഒന്ന് പേടിച്ചോണ്ടാണ് ഈ കാര്യം, നമ്മൾ ക്ലോസ് ആയ ആൾക്കാരും നമ്മളോട് പേടിച്ചോണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. റിപ്പീറ്റിന് പോകുന്നു പറയുമ്പോൾ അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എത്ര കൊല്ലം റിപ്പീറ്റ് ചെയ്തതൊന്നും ആരും ചോദിക്കില്ലല്ലോ, നമുക്ക് കിട്ടേണ്ട കിട്ടിയല്ലോ ഇപ്പൊ. അതെ കിട്ടി. അപ്പൊ എന്തായാലും NIT ഉറപ്പിച്ചിട്ടാണ് ആ ഒരു യാത്ര എന്ത് ചെയ്തിട്ടുള്ളത്, അടുത്ത ലെവലിലേക്ക് മുമ്പോട്ട് പോകുന്നത്. എന്തായാലും അടിപൊളി. അനുപം ഇപ്പം റിപ്പീറ്റ് എന്നൊരു ഡിസിഷൻ എടുത്തു. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ ഈ ഡിസിഷൻ എടുത്തതിനെ ഒന്ന് ഡൗട്ട് ചെയ്തിരുന്നു, വേണോ, കാര്യം റിപ്പീറ്റ് ആണ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു? സാർ, ഓഫ് കോഴ്സ് എക്സ്പെരിമെന്റൽ ഡിസിഷൻ എടുത്തതുകൊണ്ട് എന്തായാലും ഒരുപാട് ആളുകൾ എടുക്കാത്തൊരു ഡിസിഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഡൗട്ട് ചെയ്തായിരുന്നു. ഇപ്പോ ഇവിടെ റിപ്പീറ്റ് വന്ന തുടക്ക സമയത്ത് എന്തായാലും കീം കിട്ടി, കീമിന്റെ അലോട്ട്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെയായിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാരും കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കണോ, കൊടുത്തിട്ട് കിട്ടിയാ പോകണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ ഈ വർഷം കിട്ടണമെന്ന് ഉറപ്പില്ലല്ലോ, കഷ്ടപ്പെടുമായിരുന്നു, ബട്ട് കിട്ടണമെന്ന് ഉറപ്പില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഒരു കൺഫ്യൂഷനിലൂടെയാ പോയത്. ഇവിടെ ഞാൻ മെന്റേഴ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ ഒരുപാട് ഹെൽപ്പ് നോക്കി. അപ്പം പലരും ഇതേമാതിരി റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവരുള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഇതന്നെ തെരഞ്ഞെടുത്തു. എന്തായാലും ഇപ്പം ഒന്നെങ്കിൽ NIT കാലിക്കറ്റ് അല്ലെങ്കിൽ NIT സൂറത്ത് അല്ലേ? ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്ന ലെവലിലേക്ക് എന്തായാലും ആ ഒരു ഡിസിഷൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഒരു തവണ ഫെയിൽ ചെയ്തു, വളരെ +2 മീൻസ് ഈ പറയുന്ന എൻട്രൻസ് ഒന്നും പഠിക്കാതെ, പിന്നെ ഒരു തവണ പഠിച്ചിട്ടും ഫെയിൽ ചെയ്തു, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസിഷനിലേക്ക് എടുക്കുന്നത്. അപ്പം ഫെയിൽ ചെയ്യപ്പെടുമോ എന്നുള്ള പേടിയുള്ള കുറെ ആളുകൾ ഇപ്പൊ ഇത് കാണുന്നുണ്ടാകും. അവരോടുള്ള ഒരു മെസ്സേജ് എന്താണ് അനുപമിന് പറയാനുള്ളത് അവരോട്? നമുക്കിപ്പം നിലവിലെ സാഹചര്യം വെച്ചിട്ട് നമുക്കൊരു കോളേജാണല്ലോ വേണ്ടത്. അപ്പം നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഒരു കോളേജ് കിട്ടുമെങ്കിൽ കിട്ടുമായിരിക്കും. ബട്ട് നമ്മളിപ്പോ ഒരു വർഷം റിപ്പീറ്റ് ചെയ്താലും ആ കോളേജ് നമുക്ക് എന്തായാലും കിട്ടും, അതിന്റെ മേലേക്ക് പോകാനുള്ള ചാൻസേ ഉണ്ടാവും. സോ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിനെ കൊണ്ട് വലിയ തെറ്റൊന്നുമില്ലല്ലോ. ഫെയിൽ ആയാലും നമുക്ക് കിട്ടേണ്ടത് എന്തായാലും കിട്ടുമല്ലോ. ആ ഒരു ഇയറിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു 1 ഇയർ എന്ന് പറയുന്ന കാര്യത്തിന് കുറേം കൂടെ നോളജ് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ചാൻസ് ആയിട്ട് തന്നെയാണ് അനുഭവം കണ്ടിട്ടുള്ളത്. പിന്നെ ഒന്നാമത് ഞാൻ സ്റ്റേറ്റ് സിലബസ് വന്നതായതുകൊണ്ട് ഒട്ടും ബേസ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ലെവലിൽ വെച്ചിട്ടാണ് ഞാനൊരു കോളേജ് പോയിനെങ്കിൽ അവിടെ നിന്ന് എന്തായാലും നല്ല രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ എന്തായാലും നല്ല അത്യാവശ്യം സ്ട്രോങ് ആയ ഒരു ബേസ് കിട്ടി.
സ്ട്രോങ് repeat ആയിട്ടുള്ള ആയി ബേസ് repeat കിട്ടി ആ ചെയ്ത് ഒരു ഈ പറയുന്ന ഒരു ട്രാക്കിൽ പോയത് കൊണ്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തപ്പോഴും അച്ചീവ് ആ ചെയ്യാൻ വേണ്ടി അതെ പറ്റിയത് അതെ അല്ലേ? അതെ റൈറ്റ്. അപ്പൊ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്ത ഒരാൾ തന്നെയാണ്, റീസ്റ്റാർട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഓക്കെ. ഇനി റിപ്പീറ്റ് ചെയ്തപ്പോഴും സ്ട്രാറ്റജി ചോദിക്കുകയാണെങ്കിലും അപ്പം 3 കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, പോയിന്റ് നമ്പർ 1 ഞാൻ ഇത് എന്തായാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം പോയിന്റ് നമ്പർ 1 ഞാൻ ഇത് ചെയ്തു, പോയിന്റ് നമ്പർ 2 ഞാൻ ഇത് ചെയ്തു, പോയിന്റ് നമ്പർ 3 ഞാൻ ഇത് ചെയ്തിരുന്നു. ഇത് 3 കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഫോളോ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഈ എൻറ്റയർ ജേണിയിൽ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന 3-4 പോയിന്റുകൾ ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ എക്സാംസ് അല്ലെങ്കിൽ റിവിഷൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പോയിന്റുകൾ എടുത്ത് ഓർക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ ഇത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം എനിക്കിത് കിട്ടിയെന്ന് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു, ആ. പിന്നെ റെഗുലറായിട്ട് എക്സാംസ് എഴുതി, ഓക്കെ. പിന്നെ അങ്ങനെ ചോദിച്ചാൽ ഷെഡ്യൂളിലിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. കൃത്യമായിട്ട് സൈലന്റ് ആ. പ്ലാൻ ആയിരുന്നു ഫോളോ ആ, ചെയ്തിരുന്നത്. ഓക്കെ. അതെ, അത് കറക്റ്റ് ആയിട്ടിരുന്ന് അന്നെന്നുള്ളത് അന്നു തീർക്കാന്നുള്ള ട്രാക്ക്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ആ. ഉള്ളത് എക്സാംസ് ഇപ്പം അനുഭവം പറഞ്ഞാൽ എക്സാംസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുമായിരുന്നു, മോക്ക് എക്സാംസ് ഒക്കെ എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് ഇയർ PYQ ആണ്. DPP-യും പിന്നെ ദിശയും ഒക്കെ റെഫർ ചെയ്തിട്ട് DPP ആൻഡ് ദിശയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ പറയുന്ന പോലെ ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് റിവിഷൻ പ്രോപ്പർ ആയിട്ട് മുമ്പോട്ട് പോകുക, പ്ലാൻ അനുസരിച്ച് തന്നെ സെറ്റ് ചെയ്യാന്നുള്ള കാര്യം തന്നെയാണ്. അപ്പൊ 3 കാര്യങ്ങൾ അതൊക്കെയാണ്. ഇനി ഫസ്റ്റ് റിപ്പീറ്റിൽ നിന്ന് സെക്കൻഡ് റിപ്പീറ്റിലേക്ക് വന്നപ്പം എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി? ഫസ്റ്റ് റിപ്പീറ്റിനെ ആലോചിച്ചിട്ട് സെക്കൻഡ് റിപ്പീറ്റിലേക്ക് ഒന്ന് ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ്? ഞാൻ മാത്സിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഓക്കെ. കഴിഞ്ഞ റിപ്പീറ്റ് ചെയ്ത സമയത്ത് മാത്സിലായിരുന്നു നല്ലോണം പേഴ്സണലി കുറവ്. എനിക്ക് മാത്സിൽ 40 to 50 റേഞ്ച് അവിടെ എവിടെ ഉണ്ടായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി നല്ലതും ഉണ്ടായിരുന്നു, എന്നാൽ മാത്സ് കുറവായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ മാത്സിന് നല്ലോണം കൂട്ടാൻ പറ്റി. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. നന്നായിട്ട് അപ്പൊ മാത്സ് കുറച്ചും കൂടെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഇപ്പൊ കൂടുതൽ ഫോക്കസ് ചെയ്തെന്നുള്ളതാണ് അതെ അനുഭവം ചെയ്തിട്ടുള്ള കാര്യം. വെരി ഗുഡ്. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ടൈം ടേബിൾ ഫോളോ ചെയ്യാനോ അതോ സൈലം തരുന്ന ടൈം ടേബിൾ തന്നെയായിരുന്നു അനുഭവം ഫോളോ ചെയ്തിരുന്നത്? കുറെ ഭാഗം സൈലത്തിന്റെ ടൈം ടേബിളിനെ ഫോളോ ചെയ്തു. പിന്നെ ലാസ്റ്റ് തൊട്ടാകുമ്പോൾ ഞാൻ ഉറക്കം നല്ലോണം ശ്രദ്ധിച്ചു, സ്ലീപ്പിന്റെ സമയം നല്ലോണം ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ ഒരു 11 മണിക്ക് കിടന്നു, പിന്നെ ഒരു 5 മണി എണീക്കുന്ന ഒരു പാറ്റേണിലേക്ക് മാറി ലാസ്റ്റ് തൊട്ടായപ്പോൾ. ഓക്കെ. ഇനി റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? LMRP ഒക്കെ ഫോളോ ചെയ്തിരുന്നു, അതെങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തത് റിവിഷൻ? കാര്യം പലർക്കും ഇനീഷ്യലി വരുന്ന സമയത്ത് ഇപ്പം റിപ്പീറ്റ് സമയത്ത് റീറിപ്പീറ്റ് സമയത്തും ആദ്യമൊക്കെ മാർക്ക് കുറവായിരിക്കും. കാര്യം പലർക്കും അവിടെ വെച്ച് പലരും ഡ്രോപ്പ് ചെയ്യും ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഗ്രാജുവലി ഇത് കൂടുകയുള്ളൂ. ഏറ്റവും പൊട്ടൻഷ്യലിലേക്ക് എത്തുക റിവിഷൻ കഴിയുമ്പോഴാണെന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അപ്പം അതുവരെ എത്താൻ പലർക്കും പറ്റാതായി പോകും ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എങ്ങനെയായിരുന്നു റിവിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന അനുഭവം മൊത്തത്തില്? സാർ, ഞാൻ റിപ്പീറ്റിന്റെ സമയത്ത് തന്നെ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ അറിയായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ ആ ഒരു പ്രോസസ്സിൽ ഞാൻ ആ റിവിഷനും കഴിഞ്ഞു, അത്യാവശ്യം മാർക്കത്തിന്റെ ലെവലിൽ എത്തിയായിരുന്നു. പിന്നെ ഈ റീറിപ്പിന് ഞാൻ ആദ്യം മുതലേ ക്വസ്റ്റ്യൻസ് ചെയ്യലും റിവിഷനും തന്നെയായിരുന്നു മൊത്തം. സോ ഈ റീറിപ്പിന്റെ സമയത്ത് അത്യാവശ്യം തുടക്കം മുതൽ തന്നെ അത്യാവശ്യം മാർക്ക് ഉണ്ടാവില്ലായിരുന്നു. റിവിഷൻ ചെയ്തുകൊണ്ട് തന്നെ കണ്ടുകൊണ്ട് തന്നെ. ഓക്കെ, റെഡി. ഇനി എന്തെങ്കിലും ഒരു ലോ പോയിന്റ് ഉണ്ടായോ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്? ലൈക്ക് ഭയങ്കര ലോ പോയിന്റിലൂടെ കടന്നു പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ട് എനിക്കിത് പറ്റില്ല എന്ന് തോന്നിയ മൊമെന്റിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്തിരുന്നു അനുഭവം? ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ പോസിറ്റീവ് എനർജി തന്നെയാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല സമയത്ത്. അപ്പൊ സ്ട്രെസ് ഇല്ലാത്ത തന്നെയാണ് അനുഭവം സക്സസ്ഫുൾ ആവാനുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി. ഓക്കെ. ഇനി ഡിസ്ട്രാക്ഷൻസ്, ഫോൺ, സോഷ്യൽ മീഡിയ, ഇതിനൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കിയത്? ബേസിക്കലി ഹോസ്റ്റലിൽ അതൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റി വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല, നമുക്ക് അതിനൊരു ടെൻഡൻസി ഉണ്ടാവും. സോ അത് അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. പിന്നെ പിയർ ഗ്രൂപ്പ് എല്ലാവരും പഠിക്കുന്നുണ്ട് തന്നെ പഠിക്കാനുള്ളൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനിയും ഈ 60 മുതൽ 70% അതായത് അനുപമിന്റെ അതേ സ്കോറിൽ എത്തിയിട്ടുള്ള കുറെ കുട്ടികൾ ഇപ്പൊ +2-ലുണ്ട്. അവര് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ടാകും. അവർക്ക് എന്ത് മെസ്സേജ് ആയിരിക്കും അനുഭവം കൊടുക്കാനുള്ളത്? ഫസ്റ്റ് ചാൻസിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്ത് അഡ്വൈസ് ആണ് അനുഭവം കൊടുക്കുന്നത്? അനുഭവം റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഈ ഇഷ്യൂസ് ഉണ്ടായി, അത് അവര് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അവർക്ക് ഫസ്റ്റ് റിപ്പീറ്റിൽ ഇനി ക്രാക്ക് ചെയ്യണം, എന്തൊക്കെ അഡ്വൈസ് ആയിരിക്കും അനുഭവം കൊടുക്കാൻ വേണ്ടി പറ്റുക? സാർ, തുടക്കം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവാ. ചെറിയ ചെറിയ രീതിയിലുള്ള ഗ്രോത്തേ ഉണ്ടാവും, പക്ഷെ നമ്മൾ ഗ്രോത്ത് കാണാണ്ടിരിക്കുമ്പോൾ ഡീമോട്ടിവേറ്റ് ആവരുത്. അതെന്തായാലും ചെറിയ രീതിയിലൊന്നും ഗ്രോ ചെയ്യും. അപ്പോ അവസാനത്തോട്ട് റിവിഷനൊക്കെ കഴിയുമ്പോൾ മോസ്റ്റ്ലി ആ ജെഇ ക്രാക്ക് ചെയ്യേണ്ട ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ വെക്കുന്ന മോക്ക് എക്സാംസും അതൊക്കെ ജെയിനെക്കാളും കുറച്ച് ലെവൽ കൂടുതലല്ലേ. സോ ആ എക്സാംസ് ഒക്കെ നമ്മൾ ക്രാക്ക് ചെയ്ത് ഒരു ആവറേജ് മാർക്ക് എത്തിയാൽ, ബട്ട് ജെയിൽ എത്തുമ്പോൾ നമുക്കത് ടോപ്പ് മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ആ മോക്ക് എക്സാം ഒക്കെ കൃത്യമായി അന്നുള്ളത് അന്നു പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ്. സത്യം പറഞ്ഞാൽ സിമ്പിൾ ആണ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ആണ് ചെയ്യുന്നത് തന്നെയാണ് അനുഭവം പറയുന്നത്. വൻ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോകാം. ഇനി
ഞാൻ അനുപമിന് ആ ഓപ്ഷനിലേക്കൊന്നും പോവല്ല, എങ്കിലും ഞാൻ ചോദിക്കാം, ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ അനുപമിന് ഒരു ഓപ്ഷൻ കിട്ടാതിരിക്കട്ടെ എങ്കിൽ, ഈ റിപ്പീറ്റിലും റിപ്പീറ്റിലും വന്ന ഏതെങ്കിലും ഇഷ്യൂ അനുപമിന് സോൾവ് ചെയ്യണമെന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ടെങ്കിൽ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കാര്യം അത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് അവർക്ക് അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തെങ്കിലും സോൾവ് ചെയ്യേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്? അങ്ങനെ ചോദിച്ചാൽ സാർ, ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ഇപ്പം നമ്മളെ കൂട്ടത്തിലെ ഹോസ്റ്റലാണല്ലോ, അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വന്നാലും എനിക്ക് അങ്ങനെ കുറേ നേരം ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മള് പിന്നെ ഈ ഉറക്കത്തിന്റെ കുഴപ്പം, അതൊക്കെ കൊണ്ട് എനിക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കേണ്ട രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. അതായത് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ അപ്പുറത്തേക്ക് വേറെ ആള് വരുമ്പോൾ നമ്മൾ ഡീവിയേറ്റഡ് ആവാതെ പോലും ഫോക്കസ്ഡ് ആയിട്ടിലേക്ക് ഒരു 3 hour പഠിക്കാനിരുന്നാൽ 3 hour പഠിക്കാല്ലേ, A to Z പഠിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നിന്നാൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുമെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു പുതിയ വരുന്ന കുട്ടികളും അതൊരു ടേക്ക് അവേ ആയിട്ട് എടുക്കണം. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യുക, വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഒരു 2 hour ഒക്കെ ഇരുന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്ന് 2 hour പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനുപം ഇന്നൊരു നല്ല ടേക്ക് അവേ ആണ് അത് കിട്ടിയിട്ടുള്ളത്. ഇനി സൈലം വർക്ക് ചെയ്തു അനുപമിന് എന്താണ് ചോദിക്കുന്നത്? സൈലം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, സൈലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റിസൾട്ടിലേക്ക്? അതായത് എൻട്രൻസ് ഒന്നും ഒരു ഫോളോ അപ്പ് ഇല്ലാതെ വന്ന ഒരാള് ആഫ്റ്റർ ദാറ്റ് സൈലത്തിലാണ് അനുപമിനെ എന്ത് ചെയ്തത്, NIT എത്താൻ വേണ്ടി പോകുന്നു. സൈലം വർക്ക് ചെയ്തിരുന്നോ? ഒരു സിംഗിൾ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും എന്റെ ഒരു റിപ്ലൈ എന്ന് പറയുന്നത്? കംപ്ലീറ്റ്ലി. അപ്പൊ എന്താണ് സൈലത്തിനെ കുറിച്ച് തോന്നിയിട്ടുള്ള ലൈക്ക് അനുപമിന്റെ ജേർണിയിൽ? സർ, ഞാൻ 2 വർഷം ഇവിടെ പഠിച്ചാണല്ലോ, അപ്പോ മുന്നേ ഉള്ളതും ഇപ്രാവശ്യം ഉള്ളതും തമ്മിൽ നല്ലോണം അറിയാം. ഫസ്റ്റില് നമുക്ക് മാത്സിന് പ്രത്യേകിച്ച് അങ്ങനെ DPPയോ കാര്യങ്ങളോ വർക്ക്ഷീറ്റ് മാത്രമേ ഉണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഇയർ ആയപ്പോഴേക്കും ഫുൾ കറക്റ്റ് ഷെഡ്യൂൾഡ് ആയ DPPയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി മാത്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്സിൽ ഇപ്രാവശ്യം മാർക്ക് കൂടാനുള്ള ഒരു കാരണം തന്നെ. അപ്പൊ സൈലം ഈ പറയുന്ന പോലെ ഓരോ വർഷം വരുന്ന ചേഞ്ചസും നിങ്ങൾക്ക് കുറെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എനിക്ക് അനുപമിന്റെ ആ ഒരു ചേഞ്ച് നന്നായിട്ട് മനസ്സിലായിരുന്നു ആ ഒരു ഇയർ ആയതുകൊണ്ട് തന്നെ. ഇപ്പൊ ഒരുപാട് മാത്സിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ഇപ്പം ഇക്ബാൽ സാറിന്റെ DPP ഒക്കെ അത് അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ നമ്മള് മാത്സിന്റെ DPP ഒക്കെ നമ്മൾ ഈ വർഷം ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്, ലൈക്ക് സ്കെഡ്യൂൾ DPP. അതിന് മുമ്പ് വരെ നമ്മുടെ വർക്ക്ഷീറ്റുകളായിരുന്നു. വർക്ക്ഷീറ്റുകൾ കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരം മാത്സിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് DPP എന്ന സിസ്റ്റത്തിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നു. അത് ഹെൽപ്പ് ചെയ്തെന്ന കാര്യമാണ് അനുപമ പറയുന്നത്. എനിക്ക് പുതിയ വരുന്ന കുട്ടികൾക്കും എല്ലാം ആ DPP ഫോളോ ചെയ്യാന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. അനുപം, ഞാൻ ചോദിക്കണം, അനുപവിന്റെ ഒരു JEE ജേർണിയെ ഒരു സിനിമയായിട്ട് മാറ്റുകയാണെങ്കിൽ എന്ത് ടൈറ്റിൽ ആയിരിക്കും സിനിമയ്ക്ക് കൊടുക്കുക? ചുമ്മാ ഒരു ഫണ്ണായിട്ട് ചോദിച്ചാണെങ്കിലും അനുപമിന് ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ, ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏത് ടൈറ്റിൽ ആയിരിക്കും കൊടുക്കുക? അങ്ങനെ വെച്ചാൽ ഞാൻ ഒരു മെട്രിക്സ് കൊടുക്കും. മെട്രിക്സ് എന്ന് കൊടുക്കും. മെട്രിക്സ് ആണ് മൊത്തം ആ ഒരു ഫീൽ ആയിരുന്നു മൊത്തം. പുറത്തിറങ്ങാനും പറ്റില്ല, കടന്നില് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതെ, ആ ഒരു ഗ്രേറ്റ്. അപ്പൊ ആ ഒരു ജേർണി ആയിരുന്നു ഈ ഒരു 2 year. എന്തായാലും കടന്നു കിട്ടി, രക്ഷപ്പെട്ടു. ഡെഫിനറ്റ്ലി. അപ്പൊ അടിപൊളി. അനുപം, കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ്. നൈറ്റ് സ്റ്റഡി ഓർ മോർണിംഗ് സ്റ്റഡി, ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക? നൈറ്റ് ആണ്, മോർണിംഗ് അല്ല? രാവിലെ ഉറക്കം കളയില്ല? രാത്രിയാണ് കൂടുതൽ. എത്ര നേരം ഇരിക്കും രാത്രി ഏകദേശം? അങ്ങനെ ഉറക്കം വരുന്നവരിക്കും. ഉറക്കം വരുന്നവരെ ഇരിക്കും. എന്നാലും ഉറക്കം എത്ര മണിക്കൂർ ഉണ്ടാവും ഏകദേശം? അതൊരു 6 to 7 hours ഈ പറയുന്ന പോലെ ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടാണ്. എങ്കിലും രാത്രിയാണ് ഉറങ്ങുക, മീൻസ് രാത്രിയാണ് പഠിക്കാറ്. ഓക്കെ, റെഡി. അടുത്ത, മോസ്റ്റ് ഹേറ്റഡ് ചാപ്റ്റർ ഇൻ ഫിസിക്സ്? തെർമൽ പ്രോപ്പർട്ടീസ്. തെർമൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് തെർമൽ പ്രോപ്പർട്ടീസ്? എക്സ്പാൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കണക്ക് ചെയ്യുന്നതുകൊണ്ടാണ്? അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്? പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി. മോസ്റ്റ് ലൗഡ് ടോപ്പിക് ഇൻ കെമിസ്ട്രി? ഓർഗാനിക് ആണ്. അടിപൊളി, ഓർഗാനിക് ഇഷ്ടമാണ്. ഇനി ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു റാങ്കിങ് ചോദിക്കുകയാണ്, എല്ലാവരോടും ചോദിക്കുന്നതാണ്. ഈ തരുന്ന 4 കാര്യങ്ങൾ ഞാൻ പറയും, അതിനൊന്ന് റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3 ഇമ്പോർട്ടൻസ് ലൈഫിൽ എന്ന് വെച്ച് കൊടുക്കണം. റാങ്ക് 1, 1, 2, 3, 4. ഞാൻ 4 ഓപ്ഷൻ തരാം. സ്ലീപ്പ്, ഉറക്കം, ഫുഡ്, JEE, ഫ്രണ്ട്സ്. ഈ 4നെ ഒന്ന് റാങ്ക് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ റാങ്ക് ചെയ്യും? ഫസ്റ്റ് സ്ലീപ്പ്, ഫ്രണ്ട്സ് ഉണ്ട്, ഫുഡ് ഉണ്ട്, JEE ഉണ്ട്. സെക്കൻഡ് ഏത് കൊടുക്കും? ഫുഡാണ്. ഓക്കെ, JEE, ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഗുഡ്. മോസ്റ്റ് ഓവർ ഹൈപ്ഡ് ടോപ്പിക് ഇൻ JEE പ്രിപ്പറേഷൻ? ഈ ടോപ്പിക്ക് എല്ലാരും കൂടി ഓവർ ഹൈപ്പ് ചെയ്ത് വെച്ചാണ്, പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു ടോപ്പിക്? ഓർഗാനിക് ആണ്. എല്ലാരും കൂടെ ഹൈപ്പ് ചെയ്ത് വെച്ചതാണ്, പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് സംഭവം, മെക്കാനിക്സ് അറിയാം. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ ഇടയിൽ എപ്പോഴെങ്കിലും കരയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ലാസ്റ്റ് ടൈം എപ്പോഴും പരാജയപ്പെട്ടപ്പോഴോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കരഞ്ഞു, ഇനി അത് ആവർത്തിക്കില്ല എന്ന് തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് എത്തിയിട്ടുണ്ടോ? ഇല്ല, എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തിട്ടില്ല. യെസ്. ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് JEE പ്രിപ്പറേഷൻ എങ്കിൽ അത് ഏത് ആപ്പ് ആയിരുന്നു? ഫുട്ബോൾ. ഗെയിം കളിക്കുമായിരുന്നു കുറച്ചൊക്കെ, അത് ഡിലീറ്റ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി
മാർക്സ് ഇൻ യുവർ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ഓർമ്മയുണ്ടോ? അതിൽ നിന്ന് എത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ലാസ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഏകദേശം ഓർമ്മ ഉണ്ടായിരുന്നു? ഫസ്റ്റ് GB എനിക്ക് 178 ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അവസാനത്തിൽ. ഓക്കെ, റെഡി. ഇനി JEE പ്രിപ്പറേഷനിൽ ഞാനിത് പഠിക്കില്ല എന്ന് വിചാരിച്ച സബ്ജക്ട് ഏതായി 3 ഇനി അല്ല മീൻസ് ഇനി ഫ്യൂച്ചറിലേക്ക് ഈ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് സബ്ജക്ട് ആയിരിക്കും? കെമിസ്ട്രി. താല്പര്യമില്ല? ഓക്കെ. അവസാനമായിട്ട് ഒരു 1 വേർഡ് റിപ്ലൈ. ദി എൻറ്റയർ ജേർണി വർത്ത് ആയിരുന്നു, അതായത് ഈ അടുത്ത റിപ്പീറ്റിംഗ് എന്നൊരു ഡിസിഷൻ വർത്ത് ആയിട്ടാണോ അനുപമിന് തോന്നുന്ന മൊത്തത്തിൽ? ഓഫ് കോഴ്സ് വർത്ത് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അല്ല, അപ്പം അത് ഭയങ്കര വർത്ത്. ഇപ്പൊ IIT തന്നെ വരുന്നത് തന്നെയാണ് NIT കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്പോഷറിലും ഒക്കെ. അപ്പം അത് ഭയങ്കര വർത്ത് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി. ഓക്കെ, എനിക്ക് തോന്നുന്നു അനുപമിന്റെ ഒരു ജേർണി ഒരുപാട് പേർക്ക് ഇൻസ്പയർ ചെയ്യുന്നതാണ്. കാര്യം ഒരു തവണ പരാജയപ്പെട്ടു, റീസ്റ്റാർട്ട് ചെയ്തു, വീണ്ടും പരാജയപ്പെട്ടു, റീസ്റ്റാർട്ട് ചെയ്തു, സക്സസിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആൻഡ് ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നെയായിരിക്കും. അതായത് ഒരു സാധാ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പഠിച്ച് അവിടുന്ന് സ്റ്റേറ്റിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ NIT എത്താൻ വേണ്ടിയുള്ള എഫേർട്ട് എന്ന് പറയുന്നത്, അതും ഒരു എൻട്രൻസും അതുവരെ +2 വരെയും പഠിക്കാത്ത ഒരാൾക്ക് ഈ ഒരു ജേർണി എത്താൻ പറ്റിയെങ്കിൽ ആർക്കും അത് പോസിബിൾ ആകുമെന്ന് തന്നെയാണ് അനുഭവം പറയുന്നത് അല്ലേ? ഡെഫിനറ്റ്ലി ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്. NIT തകർക്കുക, അടിപൊളിയാക്കുക. ഏത് NIT ആയാലും അടുത്ത നമുക്ക് സൈലം അവാർഡ്സ് ഒക്കെ വരുന്നുണ്ട്, കാണണം. നമ്മൾ ഒരു ഗംഭീര സൈലം അവാർഡാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ പോകുന്നത്. കേരളം കാണാത്തൊരു പരിപാടി നമ്മൾ വരുന്നുണ്ട്, അതിൽ വരണം, അവാർഡൊക്കെ നേടണം. നമ്മുടെ ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട്, എന്താണെന്നൊന്നും പറഞ്ഞില്ല, കുറെ സർപ്രൈസുകളാണ്. അപ്പം അതിൽ വെച്ച് കാണാം, ഉഷാറാക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.